ഗായ്സ് നമ്മളിപ്പോ വന്നേക്കുന്നത് വാവുമല എന്നുള്ള സ്ഥലത്താണ്. അപ്പൊ ഇങ്ങോട്ട് വന്നോളൂ. നമുക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാം എന്താണ് വാവുമലയുടെ സ്പെഷ്യാലിറ്റി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. കാമോൺ. കുറച്ച് സ്റ്റെപ്പുകളാണ്, കുറച്ചങ്ങോട്ട് കയറാനുണ്ട്. ഈ കൈവരിയൊന്നും നേരത്തെ ഉണ്ടാവില്ല. ഈ അടുത്ത കാലത്ത് വന്ന കൈവരി കാര്യങ്ങളൊക്കെയാണ്. സോ ഇതിന്റെ ഇവിടെ ഈ സ്റ്റെപ്പ് കുറച്ച് കുഴപ്പമില്ല. മുകളിലേക്ക് എത്തുമ്പോൾ ഇതായിട്ട് ഒരു 90 ഡിഗ്രി ആയി പോകുന്നൊരു സംശയം ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല. മുകളിലിരിക്കേണ്ട അടിപൊളി സാധനം കാരണം നമ്മൾ വലിഞ്ഞ് കയറും എങ്ങനെയായാലും. അത് കണ്ടോ, അത് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ വ്യൂ കിട്ടുന്നു. അതെ അവിടെ നമ്മുടെ പാടങ്ങളും അതേപോലെ തന്നെ കുറച്ചുകൊണ്ട് കാണാട്ടോ. ആ സൈഡൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ നമ്മുടെ ടവറുകളും അറ്റത്ത് ഒരു കോറിയൊക്കെ കാണാനുണ്ട്. പിന്നെന്താ ആ പാടത്തിൻ്റെ പുറത്തുള്ളത് ഈ കുഞ്ഞു വീടുണ്ടല്ലേ ഈ ഭാഗത്തായിട്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഈ താഴെ തന്നെ ഒരു കോറി കിടക്കുന്നുണ്ട്. പിന്നെ ആ അറ്റത്ത് ഏതാണ്ട് മലയൊക്കെ കാണാട്ടോ. അത് നോക്കി അവിടെയുള്ള മലകൾ. ഇതൊക്കെ ഏത് സൈഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വടക്കാഞ്ചേരി ആ സൈഡൊക്കെ ആയിരിക്കും. പിന്നെ ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ആ സൈഡിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. കാണുന്നുണ്ടോ? ഓക്കെ. പിന്നെ മല കയറി നമ്മൾ മുകളിലേക്ക് എത്തുന്തോറും ഇവിടെ അടിപൊളി വ്യൂകളാണ്. പിന്നെ നമ്മുടെ പുറകെ കുറച്ച് കൂട്ടുകാരന്മാരിപ്പോൾ കൂടിയുണ്ട്. നമ്മുടെ പുറകെ കൂടിയല്ല, അവരും ഇതേപോലെ തന്നെ സൈറ്റ് സീനിങ് ഒന്നാണ്. പിന്നെ നമ്മളിപ്പോൾ മലയുടെ ഈ പാറപ്പുറത്തേക്ക് എത്തി. ഞാൻ ആ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളപ്പോൾ എന്തായാലും വന്ന സമയം കറക്റ്റ് ആയിരുന്നു. നമുക്ക് ഇവിടെ കാണാം. ഇവിടെ സൺസെറ്റ് കഴിഞ്ഞു. അതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എങ്ങനെയുണ്ട് ഈ ഏരിയ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ മുകളിലെത്തി കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞ ഇതാണ് ഈ സംഭവം. അതായത് ഇവിടുത്തെ ഈ പാലക്കാടിന്റെ ഈ ഒരു ഭംഗി. ആ സൈഡ് നോക്കണ്ട, ആ സൈഡ് കുറച്ച് വികസനങ്ങൾ കൂടിയിട്ട് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഈ സൈഡ് ഈ ആറ്റത്ത് പാടങ്ങളൊക്കെ കാണാം. പിന്നെ അതിന്റെ അപ്പുറം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വിഷ്വൽസ് നമ്മളിപ്പോൾ കോപ്പി ചെയ്തിട്ടുണ്ട്. അത് കണ്ടോ, അവിടെ നമുക്ക് പാടങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് പാലക്കാട് എന്ന് പറയാൻ ഇതായിട്ട് വേറെ എന്താ വേണ്ടേ? ഇത് തന്നെ പോരെ പാലക്കാടാണെന്ന് അറിയാനായിട്ട്. പിന്നെ ഈ സൺസെറ്റിന്റെ ഈ ഒരു ടൈമിൽ ആ അമ്പലം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹിക്കാൻ പറ്റും ഈ സ്ഥലത്തിന്റെ ഒരു ആംബിയൻസ് എന്താണ്. ഒരു പോസിറ്റീവ് വൈബ് വരുന്ന സ്ഥലമാണ്. പിന്നെ ഏറെക്കുറെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഹോളിഡേ ആണല്ലോ. സോ ആൾക്കാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഇത് കുറവാട്ടോ ശരിക്കും, ഇതെന്താണെന്നറിയില്ല. പിന്നെ ഒരു സൈഡിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആ സൈഡിൽ ഈ സൈഡിൽ എല്ലാവരും കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം. അപ്പോൾ കുട്ടികളായാലും ശരി, അമ്മമാരായാലും ശരി, ഇത്ര നമ്മൾ ഈ 6 ദിവസത്തെ സ്ട്രെസ് തീർക്കാൻ ഈ ഒരു ഒറ്റ ദിവസം ഇവിടെ വന്നിരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഉള്ള സ്ഥലം തന്നെയാണ് ഈ നമ്മുടെ വാവുമല എന്ന് പറയുന്നത്. സോ ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. ഇതൊരു ശിവന്റെ അമ്പലമാണ്. ഇവിടെ മണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ പിള്ളേര് മണിയടിക്കുന്നത് കാണാം. പിന്നെ അപ്പുറത്തൊരു ചേട്ടൻ ചെറുതായിട്ട് പ്രാർത്ഥിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പാടം കാര്യങ്ങളൊക്കെ. അമ്പലത്തിന്റെ വ്യൂവും അതേപോലെ തന്നെ പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട്
സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ? സോ ദേ പാടങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇതാ നോക്കി, ആ പാടശേഖരങ്ങൾ കാണാൻ പറ്റും. പാലക്കാടിന്റെ സ്വത്ത് ഇതൊക്കെയാണ് മെയിൻ. ഈ നേരത്ത് വന്നാൽ കാണാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കാഴ്ച. പിന്നെ ഇതാ അതിന്റെ സൈഡിലായിട്ടൊരു കോറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ കോറി പ്രോപ്പറായിട്ട് വർക്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയുന്നില്ല. ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ റാൻഡമായിട്ട് സാധനമാണ് കോറി. പിന്നെന്താ, അവിടെ നിന്ന് അങ്ങോട്ട് കാണാം. പിന്നെ അറ്റത്തൊരു ഫ്ലാറ്റ് കാണുന്നുണ്ട്. പിന്നെ അവിടെ നമ്മുടെ വീഴുമല എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ്. അതായത് ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 18 കിലോമീറ്റർ മാറിയിട്ട് ആലത്തൂർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് കാണുന്ന ഒരു മലയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു ബോട്ടിൽ കാര്യങ്ങളൊക്കെ സാരമായിട്ട് തന്നെ ഏറ്റിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നല്ല പച്ചപ്പുള്ള സ്ഥലം തന്നെയാണ്. അടുത്ത നമ്മുടെ സ്പോട്ട് അതായിരിക്കും. പിന്നെ അത് നമുക്ക് നോക്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പറ്റും. സോ എന്തായാലും ഇപ്പൊ നമുക്ക് പാറയുടെ വേറൊരു ഭാഗത്തേക്ക് പോയി നോക്കാം. ഇവിടെ നമുക്ക് കാണാട്ടോ. അതായത് ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ പരിസരത്തുള്ള ചേട്ടന്മാരായാലും എല്ലാവരും കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ്. എല്ലാവരും നല്ല റെസ്റ്റ് എടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയത്. ഒരു സൈഡിൽ എവിടെയെങ്കിലും ഇപ്പോൾ എത്ര മൈൻഡ് ഡാർക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ ആരും ശല്യപ്പെടുത്താനും കാര്യത്തിനൊന്നും വരുന്നില്ല. സ്വസ്ഥമായിട്ട് ഇവിടെ വന്നിരുന്ന് സ്വസ്ഥമായിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കാറ്റും കൊണ്ടിരിക്കാൻ പറ്റും. അതാണ് ഈ സ്പോട്ടിന്റെ ഒരു പ്രത്യേകത. ഇപ്പോ ദേ ഇത് കണ്ടില്ലേ, ഇത് നമ്മള് ഏകദേശം ഈ പാറയുടെ എഡ്ജിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ റിസ്ക് എടുത്ത് അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാറയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വ്ളോഗിനായിട്ട് വ്ളോഗർ ഉണ്ടാവില്ല. സോ താഴത്ത് കാണാൻ പറ്റിയ റബ്ബറൊക്കെയാണ്. റബ്ബർ, അതേപോലെ തന്നെ തെങ്ങ്, പിന്നെന്താണ്ടൊക്കെ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഏകദേശം കോറി സൈഡായി. പിന്നെ അടിപൊളിയാണ്. കോറിക്ക് ചുറ്റും ദൈവമുള്ള കുളവും പിന്നെ എന്താ ടോറസ് കുറേ കിടക്കുന്നുണ്ട്. സോ അതൊക്കെയാണ് ഇവിടുത്തെ ഈ കാര്യങ്ങൾ. അപ്പോ ഗായ്സ് നിങ്ങൾക്ക് കാണാം ഇവിടെ ലൈറ്റ് ഒക്കെ അത്യാവശ്യം പോയി തുടങ്ങിയിട്ട് നമ്മുടെ വീഡിയോ വ്ളോഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. സോ അടുത്ത പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ നേരത്തെ വന്നിട്ട് ഇതേപോലെ അടിപൊളിയായിട്ടുള്ള വ്ളോഗും കാര്യങ്ങളും ഇനിയും കാണാൻ പറ്റും നമ്മുടെ ഈ ചാനലിൽ നിന്ന്. സോ അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരെ